വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത തന്റെ JCB വിട്ടുകിട്ടുന്നതിനായി ഫോറസ്റ്റ് സ്റ്റേഷൻ വളപ്പിൽ ആദിവാസി യുവാവിന്റെ ജീവൻ ഒടുക്കുമെന്ന ഭീഷണി. പെട്രോൾ ദേഹത്തൊഴിച്ച് ലൈറ്ററും കയ്യിൽ പിടിച്ച് JCBയിൽ കയറിയായിരുന്നു ഈ നാടകീയ രംഗം. പോലീസും ഫയർഫോഴ്സും ഇടപെട്ട് അനുനയിപ്പിച്ച് യുവാവിനെ താഴെ ഇറക്കി. ഇടുക്കി പഴയരിക്കണ്ടം ഒഴുകപാറ പുത്തൻപേർക്കൽ അജീഷ് കുമാറാണ് വാഹനം വിട്ടുകിട്ടാൻ തന്റെ ജീവൻ ഒടുക്കുമെന്ന ഭീഷണിയുമായി രംഗത്ത് വന്നത്. നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ചിലെ ചെമ്പൻകുഴി നഗരംപാറ സ്റ്റേഷൻ വളപ്പിൽ വ്യാഴാഴ്ച രാവിലെ 11-നാണ് സംഭവം നടന്നത്. തന്റെ ആകെയുള്ള ജീവനോപാധിയായ JCB വകുപ്പ് അധികൃതർ അന്യായമായി കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്ന് ആരോപിച്ചാണ് അജീഷ് JCBയുടെ ഉള്ളിൽ കയറി ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് ഈ പ്രതിഷേധ പ്രകടനം നടത്തിയത്. 2020-ൽ ചില പാഴ്മരങ്ങൾ പിഴുതുമാറ്റിയതിനാണ് വനം വകുപ്പ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. അന്ന് 500 രൂപ പിഴ ചുമത്തിയ കേസിന് 30 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഒരു വാഹനം വർഷങ്ങളായി വിട്ടു നൽകാതെ അധികൃതർ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്നാണ് അജീഷിന്റെ ആരോപണം. 10ഓളം സുഹൃത്തുക്കൾക്കൊപ്പമാണ് അജീഷ് സ്റ്റേഷനിലെത്തിയത്. JCBയിൽ കയറി ജീവൻ ഒടുക്കുമെന്ന ഭീഷണി മുഴക്കിയതോടെ ആളുകൾ അവിടേക്ക് തടിച്ചുകൂടി. ഫയർഫോഴ്സും പോലീസും പഞ്ചായത്ത് അധികൃതരുമൊക്കെ എത്തി മണിക്കൂറുകൾ നീണ്ട ചർച്ചക്കൊടുവിൽ ഉച്ചയ്ക്ക് ശേഷം 2:45-ഓടെയാണ് ഇയാൾ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയത്. അടുത്ത ചൊവ്വാഴ്ച രാവിലെ 11-ന് നഗരംപാറ സ്റ്റേഷനിൽ വെച്ച് മൂന്നാർ DFOയുടെ സാന്നിധ്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന ഉറപ്പിലാണ് പുറത്തിറങ്ങിയത്. സംഭവത്തിൽ വനം വകുപ്പിനുണ്ടായ നഷ്ടം 500 രൂപ മാത്രമാണെന്ന് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തി. എന്നിട്ടും കോടതി ഉത്തരവുണ്ടായിരുന്നിട്ട് പോലും വാഹനം വിട്ടുകിട്ടിയില്ലെന്ന് അജീഷ് പറയുന്നു. എന്റെ ജീവനായിരുന്നു ആ വണ്ടി. കുടുംബം പോറ്റിയിരുന്നത് അതുകൊണ്ടാണ്. 5 വർഷമായി ഇങ്ങനെ കിടക്കുകയാണ്. ബാങ്ക് വായ്പ അടക്കാൻ കഴിയുന്നില്ല. മക്കളെ നോക്കാനും വീട്ടുചെലവ് നടത്താനും മാർഗമില്ല. കേസിൽ എൻ്റെ ജീവിതം മുഴുവൻ നഷ്ടമായി എന്നാണ് കണ്ണീരോടെ അജീഷ് പറയുന്നത്. കൈവശ വനഭൂമിയിൽ നിന്ന് മണ്ണെടുത്തതിനും മരങ്ങൾ നീക്കം ചെയ്തതിനുമാണ് കേസെടുത്തതെന്നും നിയമ ലംഘനത്തിനാണ് JCB കസ്റ്റഡിയിൽ എടുത്തതെന്നും അധികൃതർ പറയുന്നു. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസായതുകൊണ്ട് വാഹനത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോടതിയുടേതാണ് എന്ന് വനം വകുപ്പും പറയുന്നു. 5 വർഷമായിട്ട് അജീഷിന്റെ JCB വനം വകുപ്പിന്റെ കസ്റ്റഡിയിലാണ്. കാടുകയറിയ നിലയിലാണ് ഇപ്പോൾ വാഹനം. 15 ദിവസത്തിനുള്ളിൽ വണ്ടി തിരികെ നൽകാമെന്നാണ് പറഞ്ഞതെന്നും ഉദ്യോഗസ്ഥരുടെ വാക്ക് വിശ്വസിച്ച് താൻ വാഹനം ഹാജരാക്കുകയായിരുന്നുവെന്നും അജീഷ് പറയുന്നു. തനിക്കെതിരായ പരാതി എന്താണെന്ന് പോലും തനിക്ക് അറിയില്ല. 500 രൂപയുടെ പിഴയുടെ പേരിൽ 30 ലക്ഷത്തിലേറെ വിലയുള്ള വണ്ടി 5 വർഷമായി പിടിച്ചിട്ടിരിക്കുകയാണെന്നും അജീഷ് പറഞ്ഞു. ഇന്ന് തരാം അല്ലെങ്കിൽ നാളെ തരാം എന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ്. ഏതാണ്ട് 50,000 രൂപ ഇപ്പോൾ മാസം തോറും അതിന്റെ EMI അടച്ചുകൊണ്ടിരിക്കുകയാണ്. 2020 ജൂലൈ 15-നായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം. കഞ്ഞിക്കുഴി സ്വദേശിയായ സൽമോന്റെ ഭൂമിയിലായിരുന്നു JCB ഉപയോഗിച്ച് അജീഷ് വീടിന് തറ ഒരുക്കിയത്. അങ്ങനെ ചെയ്യുന്നതിനിടെ സമീപത്ത് നിന്ന് മരങ്ങൾ പിഴുതുവെന്നും അതിലൂടെ സർക്കാരിന് 500 രൂപ നഷ്ടം വന്നുവെന്നുമായിരുന്നു കേസ്. 2021 ഡിസംബറിൽ വാഹനം ഹാജരാക്കാൻ അജീഷിനോട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. നഗരംപാറ ഫോറസ്റ്റ് ഓഫീസിൽ വാഹനം ഹാജരാക്കി. ആദ്യം 2 ദിവസത്തിനകം വാഹനം തിരികെ നൽകുമെന്നാണ് പറഞ്ഞത്. പിന്നീട് അത് 5 വർഷമായി മാറുകയായിരുന്നു. ഇപ്പോൾ ഈ സംഭവം വാർത്തയായതോടെ വിഷയത്തിൽ വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ അനൌദ്യോഗികമായി ഇടപെട്ടിട്ടുണ്ട്. പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വനപ്രദേശത്ത് വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഏറെ സൂക്ഷിക്കണം. അറിയാതെ ഒരു കാട്ടുപന്നിയെയോ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളെയോ തട്ടിപ്പോയാൽ കേസ് വരുന്ന വഴി അറിയില്ല. എന്നിരുന്നാലും ഭരിക്കുന്ന സർക്കാർ വിചാരിച്ചാൽ നിഷ്പ്രയാസം പരിഹരിക്കാവുന്ന കേസുകളാണ് ഇതെല്ലാം. അതൊന്നും ആരും ചെയ്തില്ല എന്ന് മാത്രം.